റൈറ്റ് പീപ്പിൾ, റൈറ്റ് പ്ലേസ്, റൈറ്റ് ടൈം. അതൊരു മാജിക്കാണ്. എൻ്റെ ജീവിതത്തിലും ആ മാജിക് സംഭവിച്ചു. എൻ്റെ പേര് ജീവ. എൻ്റെ ലൈഫിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഡേ, അതാണ് ഈ സ്റ്റോറി. എടാ നീയേ അധികം ഓവറായിട്ട് ചളി അടിച്ച് വെറുതെ ഇമ്പ്രഷൻ കളയാന്ന് കണ്ട. ഓക്കെ എടാ ഇതിൻ്റെ ഒക്കെ വല്ല ആവശ്യമുണ്ടോ? ഞാൻ വല്ല മാട്രിമോണി ലിസ്റ്റ് ചെയ്താൽ പോരെ? എടാ നീയൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കണേ? നമ്മുടെ പാർട്ട്ണറിനെ നമ്മൾ കണ്ടുപിടിക്കണം. അതിനൊക്കെ അല്ലേ ഈ ആപ്സും സൈറ്റ്സും ഒക്കെ ഉള്ളത്. ഓ അപ്പം നീ മാട്രിമോണി വഴിയാണല്ലോ കിട്ടിയത്. എന്നിട്ട് എൻ്റെ കാര്യം വന്നപ്പോഴാണ് ന്യൂ ജനറേഷൻ ആയത്. എടാ അന്നങ്ങനെ വീട്ടുകാർ കണ്ടുപിടിച്ച കിട്ടിയ കാരണമാണ് ഞാനിപ്പോൾ ഇങ്ങനെ കിടന്ന് അനുഭവിക്കണത്. അതുകൊണ്ടല്ല നിനക്ക് ഞാനിങ്ങനെ ജോലിയുടെ ഇടയിൽ അഡ്വൈസ് തരണം. എന്നാലും നീ എന്നെ ഇങ്ങനെ സംശയിക്കാൻ പാടില്ലായിരുന്നോളിയാ. എന്തായാലും വന്നു, ഇനിയിപ്പോൾ വരണ പോലെ വരട്ടെ. ഓക്കെടാ, ഓൾ ദ ബെസ്റ്റ്. നീ എന്തായാലും കണ്ടു കഴിഞ്ഞിട്ടൊന്ന് വിളിക്ക്. ശരി. ഹാരിസ് ജയരാജ് എന്ന മ്യൂസിക് കമ്പോസറുടെ മ്യൂസിക്കിൽ ഓവർ ഒബ്സസർ ആയതുകൊണ്ടാണോ എന്നറിയില്ല, എൻ്റെ ലൈഫിലെ സ്പെഷ്യൽ മൊമെൻറ്റ്സിനെല്ലാം ഹാരിസ് മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോറായി എൻ്റെ മനസ്സിലേക്ക് കടന്നു വരും. അന്നും മിലിയ റെസ്റ്റോറൻറ്റിൽ വെച്ച് കണ്ടപ്പോൾ ഒരു ഹാരിസ് ജയരാജ് സോങ് എൻ്റെ മനസ്സിലേക്ക് വന്നു. മിലി, ഷീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ആ സ്റ്റെപ്സ് കയറി എന്ന അവൾ എൻ്റെ മുമ്പിലേക്ക് വന്നത് ഞങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫ് സ്റ്റോറിയിൽ പുതിയൊരു ചാപ്റ്റർ ആഡ് ചെയ്യുന്നതിനാണ് എന്നപ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല. അല്ല നീ എന്താ ഇവിടെ? ഞാൻ സിനിമ കാണാൻ വന്നത്. എല്ലാരും അതിനാണല്ലോ റെസ്റ്റോറന്റിലേക്ക് വന്നത്. നീ ഒറ്റയ്ക്ക് വന്നോണ്ട് ചോദിച്ചതാ, കുറെ നാളായാലും കണ്ടിട്ട്. അതൊന്നും പറയണ്ട, ഇന്നൊരു പെണ്ണാളുണ്ട്, അപ്പൊ ഞാൻ അതിന് വന്നതാ. എന്നിട്ട് പെണ്ണവിടെ? ഇത്ര പ്രായമല്ലോ, ചളിയടിക്ക് ഒരു കുറവുമില്ല. എന്നെ ഇപ്പഴത്തെ പെണ്ണാണാൻ വരും. എനിക്കിതിപ്പോ സ്ഥിരം പരിപാടി ആയതുകൊണ്ട് വലിയ പുതുമയൊന്നുമില്ല. അപ്പൊ സെറ്റിലാവാൻ തീരുമാനിച്ചൂലേ? നീ ഇരിക്കി. ഏയ് ഞാൻ ഇരിക്കണില്ല. ഇനി ഫ്രണ്ടിനെ കൊണ്ട് പെണ്ണ് കാണാൻ വന്നൊന്നും പറഞ്ഞിട്ട് വേണം എന്റെ വീട്ടിൽ വല്ല പ്രശ്നം ഉണ്ടാക്കാൻ. എന്നാ നീ ഇരിക്കണ്ട. ഇനി ഞാൻ കാരണം നിന്റെ കല്യാണം മുടങ്ങണ്ട, നീ അങ്ങോട്ട് മാറിയിരുന്നു. അല്ല സാർ എന്തിനാ വന്നേ? അത് എനിക്ക് ചെറിയൊരു ബമ്പിൾ ഡേറ്റ് ഉണ്ട്. ഓ നടക്കട്ടെ നടക്കട്ടെ. ഞാൻ പറഞ്ഞ മാജിക് ആരംഭിക്കുന്നത് ഈ നിമിഷം മുതലാണ്. ഷീസ് മൈ ഫ്രണ്ട്. എത്ര ഇയർ സംസാരിക്കാതിരുന്നാലും മീറ്റ് ചെയ്ത നെക്സ്റ്റ് മൊമെൻറ്റ് മുതൽ ഒരു ടൈം ഗ്യാപ്പ് നമുക്കിടയിൽ സംഭവിച്ചു എന്ന് തോന്നിപ്പിക്കാത്ത വിധം എന്നോട് സംസാരിക്കുന്ന ചുരുക്കം ചില ഫ്രണ്ട്സിലൊരാൾ. അന്ന് പക്ഷേ എന്തോ ഞങ്ങൾക്കിടയിൽ വേറെ എന്തോ ഒരു സ്പെഷ്യൽ ഫീലിംഗ് ഉണ്ടായെന്ന് തോന്നി. കാണാൻ കാത്തിരുന്ന ഡേറ്റിനേക്കാളും അവളും ഞാനും ആഗ്രഹിച്ചത് ഞങ്ങൾ തമ്മിൽ ടൈം സ്പെൻഡ് ചെയ്യാനായിരുന്നു എന്ന് തോന്നിയ നിമിഷം. ഓരോ തവണ കണ്ണുകൾ തമ്മിലുടക്കുമ്പോഴും അവളുടെ കണ്ണിൽ എന്നോടെന്തോ പറയാനുണ്ട് എന്നെനിക്ക് തോന്നി. ഇതുവരെ സംഭവിക്കാതിരുന്നെന്തോ ഞങ്ങൾക്കിടയിൽ സംഭവിച്ചു തുടങ്ങി എന്ന് ഞാനും റിയലൈസ് ചെയ്ത നിമിഷമായിരുന്നു അത്. കോളേജ് കഴിഞ്ഞ് 5 ഇയർ കഴിഞ്ഞു. ഞങ്ങൾ സംസാരിച്ച് 2 ഇയറായി. ഇത്രയും നാൾ കഴിഞ്ഞ് ഈ കണ്ടുമുട്ടൽ അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഞങ്ങൾ പ്ലാൻ ചെയ്തതല്ലെങ്കിൽ കൂടിയും ആരോ പ്ലാൻ ചെയ്ത് കാണണം. റൈറ്റ് പീപ്പിൾ, റൈറ്റ് പ്ലേസ്, റൈറ്റ് ടൈം. എന്തായി ചെക്കണ ഇഷ്ടമായി തോന്നുന്നു. എടേ ഞാൻ കുടിച്ചാ? ഒന്നും കുഴപ്പമില്ല. എടാ നീ ഫ്രീ ആണോ? നമുക്ക് വേറെ എങ്ങോട്ടെങ്കിലും പോയാലോ? കുറെ നാളായില്ലേ സംസാരിച്ചിട്ട് മതിയേക്ക്. ഞാൻ ഹാഫ് ഡേ ലീവ് പണ്ടല്ലോ, ഞാൻ വിളിച്ചു നോക്കാം. അല്ല എവിടെ പോവാനാ? എങ്ങോട്ടെങ്കിലും പോവാം. തൽക്കാലം എന്തായാലും ഇവിടുന്ന് പോവാം. നീ ലീവ് എടുത്ത് വന്നത് ലാപ്പും പിടിച്ചിരിക്കാനാ? എടി ഒരു 5 മിനിറ്റ് ഈ മെയിൽ അയച്ചു തന്നു. എന്തേലും ചെയ്യും. ഇനി പറ. എന്ത് പറയാൻ? അല്ല നിനക്കെന്താ പറയാണ്ടെന്ന് പറഞ്ഞേ? നീ കൂളിംഗ് ക്ലാസ് ഒന്ന് മാറ്റിയേ. അന്തമാരുടെ പോലെ ഉണ്ട് കാണാൻ. അല്ല ശരിക്കും എന്താ അതിന്റെ പ്രശ്നം? അതൊക്കെ ഞാൻ പറയാം. നിന്റെ ബമ്പിൾ ഡേറ്റ് എന്തായി? കുഴപ്പമില്ല, പക്ഷെ സംസാരിക്കുമ്പോൾ ചെറിയ സൈക്കോ ഡൗട്ട് ഉണ്ട്. അല്ലടാ, നിനക്ക് ആ ഡേറ്റിംഗ് സൈറ്റിൽ നിന്ന് ഇപ്പോൾ ട്രൂ ലവ് കിട്ടും, നോക്കിയിരുന്നോ? അങ്ങനെയൊന്നും പറയണ്ട, ചിലപ്പോൾ നല്ല കുട്ടിയായിരിക്കും. എടാ നമ്മുടെ നാട്ടിൽ ഈ സെക്ഷൽ ഫ്രസ്ട്രേഷനും പോരാത്തന്നെ ഡിപ്രഷനൊക്കെ അടിച്ചിരിക്കുന്നവരാണ് ഇങ്ങനത്തെ സൈറ്റിലൊക്കെ പോയി രജിസ്റ്റർ ചെയ്യുക. നിനക്ക് എന്നെ പോലെ വല്ല മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്താൽ പോലെ. എന്നോട് നമ്മുടെ ജിഷ്ണുവില്ലേ, അവനാണ് ബമ്പിൾ രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞത്. അവൻ്റെ 2 ഫ്രണ്ട്സ് ബമ്പിളിൽ മീറ്റ് ചെയ്തിട്ട് മാരേജ് ചെയ്തു. ഏതാ കോഴി ജിഷ്ണ? അവനങ്ങനെ പറഞ്ഞില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. എന്തായാലും നിന്റെ വിശ്വാസം തന്നെ രക്ഷിക്കട്ടെ. അല്ല നിന്റെ പെണ്ണുകാളിൽ എന്തായി? കിളി പോയ പോലെ ഇരിക്കണ്ടായിരുന്നല്ലോ. അതൊന്നും പറയണ്ടാ. ഇവന്മാരൊക്കെ പെണ്ണുകാളിൽ വരുമ്പോഴേ നമ്മുടെ മുന്നിലിരുന്നൊരു നന്മമരം ഗെയിമുണ്ട്. ആദ്യത്തെ 5 മിനിറ്റിൽ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും. പിന്നെ അതൊക്കെ മുഴുവൻ കഴിയണവരെ കേട്ടിരിക്കല ബുദ്ധിമുട്ട്. ചിലപ്പോൾ പുള്ളി ജെന്യുവനായിട്ട് അങ്ങനെയാണെങ്കിലും. ചിലപ്പോൾ എനിക്കും തോന്നാറുണ്ട്. പക്ഷേ ഈ ബ്രേക്കപ്പിന് ശേഷം
പൊതുവെ ഈ ആമ്പിള്ളേരോടുള്ള വിശ്വാസമൊക്കെ പോയി. അല്ല എന്താ ഞങ്ങളുടെ ഇടയിൽ ഉണ്ടായോ? ഓ അത് പതിവ് സ്റ്റോറി തന്നെ. സെയിം ടൈം അവന് 2-3 റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ബ്രേക്കപ്പ് ആയ പിന്നെ അവന് പോയത് ഞാൻ മാത്രം. പക്ഷെ എനിക്ക് പോയതോ മൊത്തം ആണുങ്ങളോടുള്ള വിശ്വാസം. അതേ പിന്നെ ഞാൻ ഈ ന്യൂ റിലേഷൻഷിപ്പ് ഒന്നും ട്രൈ ചെയ്തിട്ടുള്ളൂ. അല്ല ഇപ്പം നീ ഓക്കെ ആണോ? അതാണ് മാരേജ് സീരിയസ് ആയിട്ട് നോക്കുന്നത്? അതോ വീട്ടുകാർ വന്നിട്ടാണോ? അല്ല ആക്ച്വലി ഞാൻ ഓക്കെയാണ്. എനിക്കൊരു ലൈഫ് പാർട്ണർ വേണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അല്ലാണ്ട് വീട്ടുകാർ പറഞ്ഞിട്ടൊന്നുമല്ല. എന്നാലും സ്ട്രേഞ്ചർ ആയിട്ട് ഒരാള് ലൈഫിൽ കൊണ്ടുവരാനൊരു പേടി. അത് വീട്, നീ അത് പറഞ്ഞ് ഈടെ നശിപ്പിക്കണ്ട. നമ്മളെന്തായാലും കുറേ നാൾ കഴിഞ്ഞാൽ ഉണ്ടല്ലേ. ആ നിന്റെ വിശേഷം പറ. എന്ത് വിശേഷം? കോളേജ് പഠിക്കുമ്പോൾ എത്ര അടിപൊളിയാണെന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. സത്യം റെക്കോർഡ് സബ്മിറ്റ് ചെയ്യാനും എക്സാമിന് പഠിക്കാനും മാത്രം അപ്പം ടെൻഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ കൊളീഗ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും ഒക്കെ എന്തെങ്കിലും ഒരു ബെനിഫിറ്റ്സ് നോക്കിയിട്ട് അവർ കൂടെ നിൽക്കുള്ളൂ. കോളേജ് ലൈഫ് ശരിക്കും മിസ് ചെയ്യണം. അതല്ല അങ്ങനെയാ. ഇനി കിട്ടില്ലെന്ന് അറിയുമ്പോഴാണ് കഴിഞ്ഞ പോയ സമയത്തിന്റെ വാല്യൂ മനസ്സിലാവുള്ളൂ. നമുക്കൊരു കാര്യം ചെയ്താലോ? നമ്മൾ കോളേജ് പഠിക്കുമ്പോൾ സ്ഥിരം സ്പോട്ടി വിട്ടാലോ? ആ അത് ശരിയാണല്ലോ, പോവാം. ഇവിടെ വന്നിരുന്നപ്പോ ഒരു സമാധാനം. പണ്ട് ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് നമ്മളെല്ലാരും കൂടെ എത്ര വട്ടം ഇങ്ങോട്ട് വന്നിരിക്കണേ. ആരും ഇല്ല, എല്ലാവരും വേറെ കൺട്രീസിലാണ്. നമ്മൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ ഇപ്പോൾ. ആ ഇടയ്ക്ക് തോന്നും അങ്ങനെ എങ്ങടേലൊക്കെ പോയാലോ എന്ന്. എന്നാ നിനക്ക് നോക്കിക്കൂടെ പുറത്തേക്ക്? നാട് വിട്ട് പോവാനും മനസ്സ് വരുന്നില്ല. അല്ല നീ മാരേജ് സീരിയസ് ആയിട്ട് നോക്കണ്ട? നോക്കാണ്ട് പിന്നെ കണ്ടില്ലേ, മുടിയൊക്കെ പോയി നരച്ചു തുടങ്ങി. 2 കൊല്ലം കഴിഞ്ഞാൽ 30 വയസ്സാവും. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നമ്മളൊന്നും വേണ്ടല്ലോ. അതൊക്കെ അത്രയുള്ളോ? മോ വേണമെങ്കിൽ വേഗം പെണ്ണ് കേട്ടോ നോക്കിക്കോ. നോക്കുന്നുണ്ട്, പക്ഷെ മനസ്സിന് ഇഷ്ടപ്പെടാൻ കൂടി ആവണ്ടേ. എടാ ബ്രേക്കപ്പിന് ശേഷം പുതിയ റിലേഷൻ ഒന്നും ഉണ്ടായില്ല? അതെങ്ങനെ ഉണ്ടാവാനാ? ഞാൻ ഏറ്റവും മോശം കണ്ടീഷനിൽ നിൽക്കുമ്പോഴാണ് അവളെ ഇട്ടിട്ട് പോയത്. അതായത് കയ്യിൽ പൈസയും ഇല്ല, ജോലിയും ഇല്ല. ആ സമയത്ത് എങ്ങനെയും കുറച്ച് പൈസൻ്റെ അകലെ ചിന്ത മാത്രം ഉണ്ടാകും. അപ്പോൾ ലവ് പോയിട്ട് സെൽഫ് ലവ് ഉണ്ടാകുന്നില്ല. അപ്പൊ ബ്രേക്കപ്പിന് ശേഷം ഇതാണ് നിന്റെ ഫസ്റ്റ് ഡേറ്റ്? ഫ്ലൈറ്റ് സ്കില്ലൊക്കെ ഒരുവിധം ഷോക്കായി കാണല്ലോ. ഫ്ലൈറ്റ് സ്കിൽ ഷോകാന്നല്ല, ഇല്ല തന്നെ പറയാം. ഇപ്പോൾ വാട്സപ്പ് എടുത്ത് നോക്കി ഇന്ന് കണ്ട പെങ്കൊച്ചില്ലേ, അത് ബോഡി ബ്ലോക്ക് ചെയ്തിട്ടുണ്ടാവും. എടാ നിനക്ക് എപ്പോഴെങ്കിലും എന്നോട് ഇഷ്ടം തോന്നിയിട്ടുണ്ടോ? സത്യം പറയണോ നോണ പറയണോ? സത്യം പറ. സത്യം പറഞ്ഞാൽ തോന്നിയിട്ടുള്ളൂ. അതിന് കാരണം വേറൊന്നുമില്ല. ഒന്നാമത് എൻ്റെ എക്സിൻ്റെ ഫ്രണ്ടായിരുന്നു. പിന്നെ അത് നല്ല അട്രാക്റ്റീവ് ഒക്കെ ആണെങ്കിലും ഞാൻ ആ രീതിയിൽ ഇതുവരെ ആലോചിച്ചിട്ടില്ല. എനിക്കിതിനോടൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. നീ അവളെ പരിചയപ്പെടുന്നേക്കാൾ മുന്നേ എനിക്ക് നിന്നെ അറിയാം. നീ കോളേജിൽ നല്ല ആക്റ്റീവ് ആയിരുന്നു. പിന്നെ അവളായിട്ട് റിലേഷൻഷിപ്പ് ആയ പിന്നെ ഞാൻ അതിനെപ്പറ്റി അധികം ചിന്തിച്ചിട്ടുണ്ടേ. എനിക്കറിയാമായിരുന്നു അവളിത് പറയുമെന്നത്. 2 പേരും സിംഗിളായിരുന്നിരുന്ന സമയത്ത് തന്നെ അവൾക്ക് എന്നോട് ഇഷ്ടമുണ്ടായിരുന്നു. അവൾ പറയാതെ പോയതിനാൽ ഞാൻ അറിഞ്ഞില്ല. അതിനുശേഷം ഓൾമോസ്റ്റ് 8 years വീണ്ടും കണ്ടു. അന്ന് പറയാൻ മടിച്ചത് അവളിന്ന് എന്നെ അറിയിച്ചു. അവൾക്ക് ഇപ്പോഴും എന്നെ ഇഷ്ടമാണ്. അതാ കണ്ണിൽ എനിക്ക് കാണാം. പക്ഷേ ഇന്നും അവൾക്കും എനിക്കുമിടയിൽ ഒരാൾ വീണ്ടും വരുമെന്ന് അവൾ കരുതി. എന്തു തന്നെയായാലും ഷീസ് ഹാപ്പി ഫോർ മീ. അത് തന്നെയാണ് ഞാൻ അവളിൽ കാണുന്ന ക്വാളിറ്റിയും. എല്ലാവരും ആഗ്രഹിക്കുന്നത് അവളെപ്പോലെ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ ആയിരിക്കും. ഷീ നോസ് മീ വെരി വെൽ. എന്നെ അവൾക്കറിയാം, എൻ്റെ ഇഷ്ടങ്ങളറിയാം. അവളൊന്നും മറന്നിട്ടുമില്ല. ഇപ്പോഴും ഹാരിസ് ജയരാജന്റെ സോങ്സിനോടുള്ള ക്രേസ് കിട്ടണല്ലേ അല്ലേ? അതെന്നങ്ങനെ ചോദിച്ചേ? അല്ല നിന്റെ റിംഗ് ടോൺ കേട്ടപ്പോൾ മനസ്സിലായി. അത് പിന്നെ പുതിയ അമ്മാതിരി കിടലിന് ഐറ്റംസ് അല്ലേ കമ്പോസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സംഭവം ആളിപ്പോൾ ഫീൽഡ് ഔട്ട് ആണെങ്കിലും ആളുടെ വാരണമായിരം പോലത്തെ മൂവി ആൽബംസ് ഒക്കെ മറക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ക്രൈസ് ഇപ്പോഴും ഉണ്ട്. ഫാൻ ബോയ് ഉണർന്നല്ലോ. ആ ഇനി എന്തായാലും പാട്ടുകളൊക്കെ കൂടും. ബ്ലോഗ് ആക്കിയിട്ടില്ല. എന്ത്? ഫോൺ നോക്കു പൊട്ട. അവൾ കരുതി അവളേക്കാൾ നല്ലതെന്തോ എന്നെ തേടി വന്നുവെന്ന്. പക്ഷേ ഞാനിപ്പോൾ കരുതുന്നത് പണ്ട് വാല്യൂ അറിയാതെ ഞാൻ നഷ്ടപ്പെടുത്തിയ എന്തോ എന്നെ തേടി വന്നെന്നായിരുന്നു. എടാ ഇന്ന് വാലന്റൈൻസ് ഡേ ആയിരുന്നില്ലേ? നമ്മൾ പോയെടുത്തൊക്കെ കപ്പിൾസ് ആയിരുന്നു. നമ്മളെയും കപ്പിൾസ് ആണെന്ന് വിചാരിച്ചിട്ടുണ്ടോ? അതിപ്പോൾ കപ്പിൾസ് തന്നെ ആവണമെന്നില്ലല്ലോ, അഭിഹിതമുള്ളവരാവാലോ. ഓ ഈ സമയത്ത് നിന്റെ ചളി. നിനക്കിപ്പോഴും എന്നോടാന്ന് തോന്നിയാൽ ഇഷ്ടമുണ്ടോ? ഉണ്ടായിട്ട് എന്ത് കാര്യം? ഒന്നാമത് ഞാൻ നിന്റെ എക്സിന്റെ ഫ്രണ്ട്. പോരാത്തിനതേ ബമ്പിൾ ഡേറ്റിൽ ഒരു അടിപൊളി കൊച്ചു നിനക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പൊ എന്റെ ഇഷ്ടത്തിന് ഇഷ്ടക്കേടിനൊക്കെ എന്ത് പ്രസക്തി? ശരിക്കും ഒരു പാർട്ണർ ചൂസ് ചെയ്യുന്ന നിനക്കിപ്പോൾ എന്താ പ്രശ്നം? പേടി മാത്രമാണോ? എനിക്ക് വീണ്ടും ആ പഴയ സ്റ്റേജിലൂടെ കടന്നു പോകാൻ വയ്യ. അതന്നെ കാരണം.
ഇപ്പം ഞാനാണ് നിൻ്റെ ലൈഫ് പാർട്ട്ണറെങ്കിൽ നീ കംഫർട്ടബിൾ ആയിരിക്കും. എടാ, ഒരു സ്ട്രേഞ്ചർ ടു ഹസ്ബൻഡിനേക്കാളും നല്ലതല്ലേ ഫ്രണ്ട് ടു ഹസ്ബൻഡ്? അതാവുമ്പോൾ ലൈഫ് ലോങ് നമ്മളുടെ കൂടെ ആളൊരു ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുണ്ട്. ഓ, അപ്പോൾ അതാണ് നിൻ്റെ പ്രശ്നം. ഫ്രണ്ടായിട്ടുള്ള ആരെങ്കിലും ഹസ്ബൻഡായിട്ട് വേണം. നമ്മൾ ക്ലാസ്സിലെ കിരണില്ലേ, അവൻ നിൻ്റെ ഫ്രണ്ടാവുന്നില്ലേ? അവനിപ്പോൾ കല്യാണം ആലോചിക്കുന്നുണ്ട്. ഞാനൊന്ന് പറയട്ടെ? നിന്നോടൊന്നും പറഞ്ഞിട്ടേ ഒരു കാര്യമില്ല. നീ അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിച്ചിരുന്നു. എന്ത്? ഈ കയറി വന്ന സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫർ കക്ഷി കാരണം ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവരുടെ ഉള്ളിലുണ്ടായ ദേഷ്യം എത്രയാണെന്നറിയാൻ എനിക്ക് പറ്റി. ഫ്രണ്ട്ഷിപ്പിൻ്റെ കംഫർട്ട് മാത്രമല്ല അവൾക്ക് എന്നോടുള്ള ഇഷ്ടമെന്ന് ആ സമയത്ത് ഞാൻ തിരിച്ചറിഞ്ഞു. പാവം പയ്യൻ എനിക്ക് കിട്ടേണ്ടത് അവൻ വാങ്ങിക്കൊണ്ട് പോയി. ഇനി എനിക്കൊന്നും അറിയാനില്ല. ആ പയ്യനോട് താങ്ക്സിൽ കുതിർന്നൊരു സോറി പറഞ്ഞ് ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്നു. നീ എന്താ ആളെ പേടിപ്പിക്കാൻ നിൽക്ക്? ബ്ലോക്ക് ചെയ്തു. ആരെ? ഇനി എനിക്ക് അവളോട് പറയാം എൻ്റെ ഇഷ്ടം. അതിന് ഹാരിസ് എൻ്റെ മനസ്സിൽ തന്നത് ദ ബെസ്റ്റ് പ്രൊപ്പോസൽ BGM ആയിരുന്നു. എനിക്കെന്തോ നമ്മളെന്ന് കണ്ടത് ഒരു നല്ല സൈനായിട്ട് തോന്നുന്നു. കാരണം നമ്മൾ ഒരേ റെസ്റ്റോറൻറ്റ് വരാനും അത് കഴിഞ്ഞ് ഇതുപോലെ ഓപ്പണായി വന്നിട്ട് സംസാരിക്കാനും പറ്റിയത്. എനിക്കും നിന്നെപ്പോലെ ഒരു ഫ്രണ്ട് ലൈഫ് ലോങ് കൂടെ വേണമെന്നുണ്ട്. എന്തായാലും എനിക്കായാലും നിനക്കായാലും ഒരുപാട് സമയമൊന്നുമില്ല പ്രേമിച്ചിടക്കാൻ. അതുകൊണ്ട് വിൽ യു ബി മൈ ഗേൾ ഫ്രണ്ട് എന്നൊന്നും ഞാൻ ചോദിക്കണില്ല. വിൽ യു ബി മൈ വൈഫ്? ഞാനിപ്പോൾ യെസ് പറയുന്നാവല്ലേ എന്ന് വിചാരിച്ചിട്ടുണ്ടാവുക. എന്തായാലും ഞാനിപ്പോൾ പറയില്ല കേട്ടാ, 2 ദിവസം കഴിഞ്ഞിട്ട് പറയുള്ളൂ. ആസ് ഓൾവേസ് അവരുടെ ആൻസർ അവരുടെ കുസൃതി തന്നെയായിരുന്നു. പക്ഷെ ഒരു മറുപടി എനിക്ക് ആവശ്യമുണ്ടായിരുന്നില്ല. കാരണം ഐ നോ ഹർ. അതാണ് ഈ സന്തോഷത്തിൻ്റെ കാരണവും. അതെ, ഫെബ്രുവരി 14 എസ് പറഞ്ഞു കഴിഞ്ഞാൽ ആനിവേഴ്സറിയും വാലന്റൈൻസ് ഒരുമിച്ച് ആഘോഷിക്കായിരുന്നു. ഒന്ന് പോടാ, ചളി അടിക്കാണ്ട്. ചേട്ടാ, ഇനിയിപ്പോ ഒരു കപ്പിൾ ഫോട്ടോ ആവല്ലേ? താങ്ക്സ് ബ്രോ. ഞങ്ങളുടെ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ പിക്ചർ ക്ലിക്ക് ചെയ്തതിന്. ചില സന്തോഷങ്ങൾ നമുക്ക് ചുറ്റും എപ്പോഴും കാണും. നമ്മളതൊരു പക്ഷേ കാണാതെ പോയാലും നമുക്കരികിലേക്ക് 100 ഇരട്ടി സന്തോഷമായി അത് തിരികെ എത്തും. ലൈഫ് ഒട്ടും പ്രഡിക്റ്റബിൾ അല്ല, സത്യം തന്നെ. പക്ഷേ റൈറ്റ് പീപ്പിൾ, റൈറ്റ് പ്ലേസ്, റൈറ്റ് ടൈം, ഇന്നതിൽ ഞാൻ ഒരുപാട് വിശ്വസിക്കുന്നു.